ഹലോ ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കിച്ചു രേണു സുധി എന്നാണ് ഇന്നത്തെ വിഷയം. കിച്ചുവിൻ്റെ തുറന്നു പരിചയം കേൾക്കാം, കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ആ ടൈമിലെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞത്. കൂടുതലും ആ ടൈമിൽ ഇവർ രണ്ടുപേരുടെ അടി എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മകളാണ്. കുഞ്ഞുകുട്ടയെ കാണുന്നത് ഈ സംഭവം അടി 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 അടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ 2-3 വയസ്സുള്ളപ്പോഴത്തേക്കും ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് അച്ചാമ്മ, വല്യമ്മ, വച്ചല്ലേ. പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, പാറൂട്ടി, ചേച്ചി. അവരുടെ ഒപ്പമൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു 5ാം ക്ലാസ് വരെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആയി. വീണ എന്ന് പറയുന്ന അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും. ഈ വീണ എന്ന് പറയുന്ന അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് വല്ലൊരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുധിക്കുട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പറയണമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. കുറെ ഇങ്ങനെ ഉണ്ട്, എനിക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞു തരണം. എന്റെ മനസ്സിലുണ്ട് എന്റെ എല്ലാ കാര്യം. അതെങ്ങനെ പുറത്തോട്ട് പറയണമെന്ന് എനിക്കറിയത്തില്ല. You can get you, come on. അവിടെ അടി ഭയങ്കരമായിട്ടുള്ള അടി, ഭയങ്കര സീൻ. അപ്പൊ എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് ഇതുണ്ട്, മനസ്സിലാവുന്ന ഒരു സമയമാണ് ടൈമൊക്കെ. ഭയങ്കരമായിട്ട് അടി. പിന്നെ അവർക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിക്കകത്ത് അവർക്ക് അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരുടെ സെക്കൻഡ് മാരേജ് വരുന്നത്. അവർക്കതില് ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ട് അവർക്ക്. അതൊക്കെ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാട്ടാ. എൻ്റെ അടുത്ത് അത് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്കൂട്ടർ എടുത്തപ്പം അതിനകത്തൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, എനിക്ക് അറിയാവുന്നത് ആ സംഭവം. 2 പിള്ളേര് തന്നെ ഒരുമാതിരി ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ടും എല്ലാം കാണാം. എന്നോട് എന്തോ ഒരു പ്രശ്നമായിരുന്നു. പിന്നെ അതെന്തെന്തോ രാത്രി അച്ഛൻ വീട്ടിൽ നിന്ന്, പിന്നെ അച്ഛനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത്തേജ് കഴിഞ്ഞ് അത് അങ്ങനെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന. പിന്നെ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മകളുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ കറക്റ്റായിട്ടെല്ലാം പറഞ്ഞേ. ഓർമ്മയുണ്ട്, സംഭവം എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്കത് എങ്ങനെ ഒരു പുറത്തോട്ട് പറയണം അതെനിക്ക് അറിയത്തില്ല. എങ്ങനെ സംഭവം, അതാണ് ഒരു പ്രശ്നം. അടുത്തൊക്കെയാണ് ഞാൻ ഇരുന്ന് പറയും. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാനും ഇങ്ങനെ കാര്യങ്ങൾ പറയാനും, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സൈലന്റാ. പാട്ടൊക്കെ കേട്ട്, വേടന്റെ പാട്ടില് ഓരോ വരികൾ എന്റെ എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ എന്റെ ലൈഫായിട്ട്. അടുത്ത സ്റ്റോറി. 5ാം ക്ലാസ്സിൽ വെക്കേഷൻ ആ ടൈമില് ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുക, ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ എറണാകുളത്ത് നിൽക്കുന്നു. കുറെ നാള് എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, രേണു സുധി. രേണു സുധി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന. ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ആദ്യം ഞാൻ കാണാൻ വന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ, ഞാൻ കല്യാണം കഴിക്കട്ടെ എന്നൊക്കെ പറയാം. അച്ഛന് ഇഷ്ടമാണോ? ഞാൻ ഇങ്ങനെ അച്ഛന് ഇഷ്ടമാണോ? ആ കുട്ടി അത്ര മാത്രം അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അടച്ചിട്ട മുറിയിലൊക്കെ ഇരുന്നിട്ട്
ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ എത്രത്തോളം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അച്ഛൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ട് പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ നമുക്കൊക്കെ ഇറങ്ങുമോ? ഇവരൊക്കെ അച്ഛൻ സമ്മതിക്കണം. വേണുസുതിൻ്റെ അച്ഛനെ ചേച്ചിയുടെ ഭർത്താവിനൊക്കെ ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ.